മൊത്തം പൊടിയായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പലർക്കും ഈ ഇതിന്റെ പരിസരങ്ങളിലുള്ളവർക്കും ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ വളരെയധികം അസുഖങ്ങൾ പിടിപെട്ടിരിക്കുകയാണ്. ക്ഷയരോഗം വരെ വന്ന ഒരു അവസ്ഥ വരെ ഉണ്ട് ആളുകൾക്ക്. പിന്നെ വയസ്സായ ആളുകൾക്കൊന്നും ഇതിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പല റോഡ് വഴി ഉള്ളുവഴി കൂടിയാണ് പോകുന്നത്. മെയിൻ റോഡ് പോകുന്ന ആളുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇവിടെ പാട്ടുപാടിയും ഒപ്പം തന്നെ ഈ മാസ്ക് വെച്ചുമൊക്കെ ഇവർ വലിയ സമരം നടത്തി. പക്ഷെ ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളുടെ ജീവിതം അങ്ങനെ തുടരുകയാണ്. പാട്ടുപാടി പ്രതിഷേധം നടത്തിയ ആളല്ലേ? രണ്ട് പാട്ട് പാടിയതിനു വേണ്ടി റോഡ് വേറെ ഒന്നിനല്ല. വയറാമയുടെ ഈ നാടിന്റെ അവസ്ഥ 13 വർഷം കഴിഞ്ഞ് റോഡ് നിന്ന് ടാർ ചെയ്തിട്ട് ഇതിപ്പോ ഇതുപോലെ കുറച്ച് മെറ്റൽ പൊടി ഇടുന്നതും അത് പൊടി പാറിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ 13 വർഷമാണ്. കേവലം ഒരു മാസം ഒരു വർഷം ഒന്നല്ല, 13 വർഷം ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത. കാരണം നമ്മളിവിടെ MLA ഉണ്ട്, മന്ത്രിമാരുണ്ട്, അധികാരികളുണ്ട്. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ മാത്രം ഇങ്ങനെ ദുരിതത്തിൽ അനുഭവിക്കുന്നത്. നികുതി കൊടുക്കുന്നതിന് നമുക്കൊരു കുറവില്ലല്ലോ. നമ്മൾ പ്രതിഷേധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം നമ്മളിങ്ങനെ മന്ത്രിയെ കാണണമേ റോഡ് മുഴുവൻ കുഴിയാണേ, മന്ത്രിയെ കേൾക്കണമേ ഞങ്ങളുടെ ദുരിതം തീർത്തിടണേ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. മന്ത്രിയുടെ ശ്രദ്ധപ്പെടാൻ മന്ത്രിയുടെ ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പോൾ കളക്ടറും MLA ഇവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഉടനെ അതിന് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും 2 മാസം കഴിഞ്ഞു. ഇതിങ്ങനെ മെറ്റൽ പൊടി ഇടും. ഇത് തന്നെ അവസ്ഥ. ജനങ്ങൾ ഈ പൊടി തിന്ന് മരിക്കുക എന്നുള്ളൊരവസ്ഥയിലാണ്. അത് ഈ റോഡിന് മാത്രമാണ് ഈ ശാപം. അത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക. അതിന്റെ അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങൾക്ക് എത്രയും വേഗം ഇതൊന്ന് ടാർ ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായി സമാധാനമായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഓർഡറാണ് ഈ റോഡ് അത്തരത്തിൽ സഞ്ചാരയോഗ്യമാക്കാനായിട്ട്. ആ ഓർഡർ വന്നിട്ട് പോലും ഇവിടുത്തെ PW ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോ അത് പുല്ല് വരെ ആ ഓർഡറിന് പുല്ല് വരെ വെച്ചിട്ടില്ല, പുല്ലിന്റെ വില പോലും വെച്ചിട്ടില്ല. അത്ര വക വയ്ക്കാതെ, ഹൈക്കോടതി പോലും വക വയ്ക്കാതെ, നീതിപീഠത്തെ വക വയ്ക്കാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ വാഹനങ്ങളാണ്. ഇത് 13 കൊല്ലം കഴിഞ്ഞ റോഡ് ഇങ്ങനെയാണ്. 14 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ടാർ ചെയ്യാൻ ഉദ്ദേശമില്ല അവര്. ഇപ്പോഴും ചെയ്യുന്ന പണിയാൽ കുറെ മെറ്റൽ പൊടിയിൽ കൊതിച്ച് കുറെ മെറ്റൽ പൊടി വരും. അത് വെയിലും മുടങ്ങി കഴിയുമ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലും ഇവിടെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലും എല്ലാവർക്കും ശ്വാസകോശ അസുഖങ്ങൾ പിടിപെട്ട രീതിയാണ് ഉള്ളത്. അപകടം സ്ഥിരമാണോ? സ്ഥിരമായ അപകടങ്ങളുള്ള റോഡാണിത്. മാത്രമല്ല 300 മീറ്റർ അകലത്തിൽ കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉണ്ട്. ആ കുട്ടികൾ ഇതുപോലെ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ മേത്തേക്ക് മെറ്റലും മറ്റും അടിച്ച് അവർക്കും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉള്ളത്. രാജഗിരി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുണ്ട്. അടിയന്തരമായി ചികിത്സയ്ക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഓഫ് റോഡിനേക്കാളും അപ്പുറത്തെ അവസ്ഥയിലേക്ക് ഈ റോഡ് പോയിട്ടുണ്ട്. ജനങ്ങൾ പരിഹാസ്യരാക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ ഉള്ളതും. ജനപ്രതിനിധികളോട് സമരം പറയുക ചെയ്താൽ ഇത് ജനങ്ങളെ പരിഹാസ്യരാക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. കോടതിയുടെ ഓർഡർ പോലും ഇവിടെ നടപ്പിലാവുന്നില്ല. ഈ റോഡിന്റെ അവസ്ഥ ഇതുപോലെയാണ് അവസ്ഥ. ഇവർ സമരം ഇന്നും തുടരുന്നുണ്ട്, നാളെയും തുടരും. എല്ലാ ദിവസവും സമരമുണ്ട്. പക്ഷെ പ്രതിനിധി മാത്രം വരുന്നില്ല. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷ